ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സെയിൽഫോഴ്സ് മലയാളം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് വാലിഡേഷൻ റൂൾ. അപ്പോൾ എന്താണ് വാലിഡേഷൻ റൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സെയിൽഫോഴ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റ, എക്സ്പെഷ്യലി യൂസേഴ്സ് സെയിൽഫോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റയുടെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ വാലിഡേഷൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ യൂസറിനോട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുമ്പോൾ യൂസർ നമ്പേഴ്സിന് പകരം റാൻഡം ലെറ്റേഴ്സാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആ ഡേറ്റ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. കാരണം നമുക്ക് വേണ്ടത് ഫോൺ നമ്പറായിരുന്നു, അവർ എൻ്റർ ചെയ്തത് ലെറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യൂസേഴ്സിന് ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിലേക്ക് നമ്പേഴ്സ് മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ക്രൈറ്റീരിയ കൊടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ അവർക്ക് ഏതെങ്കിലും നമ്പർ കൊടുക്കാൻ പറ്റില്ല. ഒരു ഫോൺ നമ്പർ എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അതിന് 10 ഡിജിറ്റ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അഥവാ 10ൽ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. സോ ഇങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് അഥവാ ക്രൈറ്റീരിയാസ് ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു ഫീൽഡ് യൂസറിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ. സോ അതുകൊണ്ട് തന്നെ യൂസർ എൻ്റർ ചെയ്യുന്ന ഡേറ്റയിൽ അത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ടാവും. സോ എത്രത്തോളം നന്നായി നിങ്ങൾ വാലിഡേഷൻ റൂളിൽ മാനേജ് ചെയ്യുന്നോ അത്രത്തോളം ക്ലിയർ ഡേറ്റ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ വാലിഡേഷൻ റൂളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് നമുക്കിനി വാലിഡേഷൻ റൂളിനകത്തുള്ള കോമ്പണൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഫസ്റ്റ്, അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോർമുല ഉണ്ടാവും. അതായത് ഏത് തരം ഡേറ്റയാണ് ഒരു ഫീൽഡിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു ലോജിക്കൽ എക്സ്പ്രഷൻ കൊടുക്കും. ആ ലോജിക്കൽ എക്സ്പ്രഷൻസ് ട്രൂ ആണെങ്കിൽ ദാറ്റ് മീൻസ് എന്തോ ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്. അങ്ങനത്തുള്ള കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എറർ മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണെങ്കിൽ ഫോൺ നമ്പർ നമ്മൾ ചോദിക്കുമ്പോൾ അവർ ലെറ്ററാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു എറർ മെസ്സേജ് അവർക്ക് ഷോ ചെയ്ത് കാണിക്കാൻ പറ്റും. നിങ്ങളോട് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ലെറ്റേഴ്സ് അല്ല, നമ്പേഴ്സാണ് എന്നുള്ളത്. ഓക്കെ. മറ്റൊന്ന്, ഒരു എറർ ലൊക്കേഷൻ. അതായത് നമുക്കിത് ഡിസൈഡ് ചെയ്യാം എവിടെ ഈ ഒരു എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു പേജിൻ്റെ ടോപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ആ പെർട്ടിക്കുലർ ഫീൽഡിലായിട്ട് തന്നെ നമുക്ക് ആ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കോമ്പണൻസ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. അതായത് ക്ലോസ് ഡേറ്റ് കനോട്ട് ബി ഇൻ ദ പാസ്റ്റ്. നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓപ്പർച്യൂണിറ്റിക്കകത്ത് ക്ലോസ് ഡേറ്റ് എന്നൊരു ഫീൽഡുണ്ട്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡ് ഇന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ക്ലോസ് ഡേറ്റ് ഇന്നലെ ആവാൻ പറ്റില്ലല്ലോ. അപ്പം അത് ഫ്യൂച്ചറിൽ തന്നെ ആവണം, അല്ലെങ്കിൽ കറണ്ട് ഡേറ്റ് ആയിരിക്കണം. സോ അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ കണ്ടീഷൻ അഥവാ വാലിഡേഷൻ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഓപ്പർച്യൂണിറ്റിക്കകത്തെ ക്ലോസ് ഫീൽഡ് എന്ന് പറയുന്ന ഫീൽഡിനകത്താണ്. അപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാം. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് സെറ്റപ്പിൽ നിന്ന് ഇതിൻ്റെ എഡിറ്റ് ഒബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് മാനേജറിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റിയുടെ സെറ്റപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വാലിഡേഷൻ റൂൾ എന്നൊരു ഓപ്ഷൻ കാണാം. നമുക്കിത് സെലക്ട് ചെയ്യാം. സോ ഇവിടെയാണ് നമ്മൾ വാലിഡേഷൻ ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ കറൻ്റ് ഇവിടെ വാലിഡേഷൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ പുതിയൊരു വാലിഡേഷൻ ആഡ് ചെയ്യാൻ പോകുന്നു. സോ ഐ എം ക്ലിക്കിംഗ് ഓൺ ന്യൂ. ഇപ്പോൾ ഇവിടെ എനിക്കൊരു റൂൾ നെയിം വേണം. അതായത് എന്താണ് എൻ്റെ റൂളിൻ്റെ പേര്. നമുക്കിത് എന്ത് പേര് വേണം കൊടുക്കാം. ഞാൻ തൽക്കാലം കൊടുക്കുന്നത് ക്ലോസ് ഡേറ്റ് ക്യാൻ ബി ഇൻ ഫ്യൂച്ചർ എന്ന് ഓർത്തു. ഓക്കെ, ആൻഡ് മേക്ക് ഷുവർ ഇത് ആക്റ്റീവ് ആയിരിക്കണം. അതായത് വാലിഡേഷൻ റൂൾ ആക്റ്റീവ് അല്ല എങ്കിൽ ഇത് വർക്ക് ചെയ്തില്ല. സോ ഞാനിത് ആക്റ്റീവ് ആക്കി. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ കണ്ടീഷൻസ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്ലോസ് ഡേറ്റ് വേണം, അതുപോലെ കറണ്ട് ഡേറ്റ്, ഇപ്പോഴത്തെ ഡേറ്റും വേണം. നമുക്ക് അതിനെ തമ്മിൽ കമ്പയർ ചെയ്യണം. സോ എനിക്ക് വേണ്ടത് ക്ലോസ് ഡേറ്റ് ആണ്. അതിനുവേണ്ടി എനിക്ക് ഇവിടുന്ന് ഇൻസേർട്ട് ഫീൽഡുണ്ട്, ഞാനിത് ആഡ് ചെയ്തു. ഇവിടുന്ന് ഓപ്പർച്യൂണിറ്റി ക്ലോസ് ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എനിക്കുണ്ട്. ഈ ഒരു ഫീൽഡ് ഞാൻ സെലക്ട് ചെയ്തു, ഇൻസേർട്ട് കൊടുത്തു. സോ ക്ലോസ് ഡേറ്റ് ആഡ് ചെയ്തു. ആൻഡ് ഞാൻ പറയുന്നത് ക്ലോസ് ഡേറ്റ് ഷുഡ് ബി ഇൻ ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന് മുമ്പുള്ള ദിവസമോ ആവരുത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, എനിക്കൊരു ലെസ് ദാൻ ഓപ്പറേറ്റർ ഇടാം. അതായത് ക്ലോസ് ഡേറ്റ് ഈസ് ലെസ് ദാൻ ഇന്നത്തെ ഡേറ്റ് നമുക്ക് ടുഡേ ഓഫ് എന്ന് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ഇന്നത്തെ ഡേറ്റ് റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പം ഇന്നത്തെ ഡേറ്റിനേക്കാൾ കുറവാണ് ക്ലോസ്ഡ് ഡേറ്റ് എന്നെങ്കിൽ നമുക്ക് എന്ത് വേണം, എറർ കാണിക്കണം. സോ ചെക്ക് ദി സിൻടാക്സ് ഫസ്റ്റ്. സിൻടാക്സിൽ എറർ ഒന്നുമില്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എറർ മെസ്സേജ് എന്താണെന്ന് ഷോ കേസ് ചെയ്യണം. നമുക്ക് എന്താണ് എറർ മെസ്സേജ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലോസ് ഡേറ്റ് കനോട്ട് ബി ഇൻ ദ പാസ്റ്റ്. ഇതാണ് നമ്മുടെ എറർ മെസ്സേജ്. ഓക്കെ, ഇനി എനിക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് എവിടെ എനിക്ക് കാണിക്കണം. ഒന്നെങ്കിൽ എനിക്ക് ആ പേജിൻ്റെ ടോപ്പിൽ കാണിക്കാം, ഇല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഫീൽഡിൽ തന്നെ കാണിക്കാം. ഞാൻ ആ ഫീൽഡ് തന്നെ സെലക്ട് ചെയ്യുന്നു. ഇവിടുന്ന് ഏത് ഫീൽഡിലാണ് എനിക്ക് കാണിക്കേണ്ടത്, ക്ലോസ് ഡേറ്റ് എന്ന് പറയുന്ന ഫീൽഡിലാണ് ഈ ഒരു എറർ കാണിക്കേണ്ടത്. അത് ഞാൻ സെലക്ട് ചെയ്തു. ആൻഡ് ഐ എം ഗോയിങ് ടു സേവ് ഇറ്റ്. സോ ഇത് സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഇപ്പം സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകുന്നു. സോ ഇവിടെ ആപ്പ് ലോഞ്ചർ ക്ലിക്ക് ചെയ്തു, ഓപ്പർച്യൂണിറ്റി ടൈപ്പ് ചെയ്തു, ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്തു. സോ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ നിന്നൊരു ടെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നൊരു പേരെടുത്തു.
ഇനി അതിനകത്ത് മാൻഡേറ്ററി ഫീൽഡ്സ് ഏതൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓപ്പർച്യൂണിറ്റി കറൻസി, അതുപോലെ സ്റ്റേജ് ഒരു മാൻഡേറ്ററി ഫീൽഡാണ്. അതുപോലെ തന്നെ ക്ലോസ് ഡേറ്റ് നമ്മുടെ മാൻഡേറ്ററി ഫീൽഡാണ്. അതുപോലെ ഈ ഫീൽഡ് തന്നെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ നോർമലി ഇപ്പം ഇന്നത്തെ ഡേറ്റോ അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലുള്ളൊരു ഡേറ്റോ ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല, അത് സേവ് ആയിട്ടുണ്ട്. ഓക്കെ, അതേസമയം ഞാനിത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ക്ലോസ് ഡേറ്റിനെ മാറ്റിയിട്ട് ഇൻ ഫ്യൂച്ചറിന് പകരം ഞാനിത് പാസ്റ്റിലേക്ക് പോയി. ഉദാഹരണം 1-ാം തീയതി, ഇതൊരു പാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ ഇതിനെ ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് ഞാൻ സേവ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ എനിക്ക് എറർ വരും, ക്ലോസ് ഡേറ്റ് കനോട്ട് ബി ഇൻ ദ പാസ്റ്റ്. അതായത് ഒന്നെങ്കിൽ ഞാൻ ഇന്നത്തെ ഡേറ്റ് ഇടണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് ഇടണം. കാരണം ക്ലോസ് ഡേറ്റ് കഴിഞ്ഞു പോയ ഒരു ഡേറ്റ് ആവാൻ പാടില്ല. സോ ഇതിനെയാണ് ഞാൻ വാലിഡേഷൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴാണോ ഇത് കറക്റ്റായിട്ട് ഇന്നത്തെ ഡേറ്റോ അതല്ല, അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഇട്ടാലും ഇത് ഓക്കെയാണ്, അതല്ല ഇൻ ഫ്യൂച്ചർ ഡേറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡേറ്റ സേവ് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വാലിഡേഷൻ റൂൾ എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, വാലിഡേഷൻ റൂളിനകത്ത് ഒരുപാട് കണ്ടീഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോൺ നമ്പറിൻ്റെ കണ്ടീഷൻ അതല്ലാതെ മറ്റ് പല കണ്ടീഷൻസും നമുക്ക് വാലിഡേഷൻ റൂളിൽ ചെയ്യാൻ സാധിക്കും. എല്ലാം കൂടെ നമുക്കൊരു ഒറ്റ വീഡിയോയിൽ ചെയ്ത് തീർക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വാലിഡേഷൻ റൂളിനെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റ് സെയിൽസ്ഫോഴ്സ് അഡ്മിനിസ്ട്രേഷൻ ടാസ്കിനെ കുറിച്ചും കൂടുതലായിട്ട് അറിയണമെങ്കിൽ, അതുപോലെ തന്നെ സെയിൽസ്ഫോഴ്സ് അഡ്മിൻ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അതായത് അക്കൗണ്ട് ഒബ്ജക്റ്റ് ആക്റ്റീവ് ആണെങ്കിൽ അതിൽ റേറ്റിംഗ് ബ്ലാങ്ക് ആയിരിക്കരുത്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ചേക്കാം, നമുക്ക് റേറ്റിംഗ് ഉറപ്പായിട്ടും ബ്ലാങ്ക് ആവരുത് എന്നാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് റേറ്റിംഗ് എന്ന് പറയുന്ന ഫീൽഡിനെ മാൻഡേറ്ററി ആക്കാം. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, റേറ്റിംഗ് എപ്പോഴും മാൻഡേറ്ററി ആയിരിക്കും. അതായത് അക്കൗണ്ട് ആക്റ്റീവ് ആണെങ്കിലും ആക്റ്റീവ് അല്ലെങ്കിലും റേറ്റിംഗ് എപ്പോഴും മാൻഡേറ്ററി ആയിരിക്കും. നമുക്കതല്ല നമ്മുടെ കണ്ടീഷൻ. നമുക്ക് ആക്റ്റീവ് ആകുമ്പോൾ മാത്രം, അതായത് അക്കൗണ്ട് ആക്റ്റീവ് എപ്പോഴാകുന്നോ അപ്പോൾ മാത്രം നമുക്ക് റേറ്റിംഗിൽ വാല്യൂ ഉണ്ടാവണമെന്നേ നിർബന്ധമുള്ളൂ. ആക്റ്റീവ് അല്ലെങ്കിൽ അതിനകത്ത് വാല്യൂ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ വരുവാണെങ്കിൽ നമുക്ക് മാൻഡേറ്ററി ഫീൽഡിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഈ കണ്ടീഷനെ. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, വാലിഡേഷൻ റൂൾ അപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു അക്കൗണ്ട് ഒബ്ജക്റ്റിലാണ്. ഞാൻ ഒബ്ജക്റ്റിലേക്ക് പോയി ഇവിടെ നമുക്ക് സെറ്റപ്പ് എടുക്കാം. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ഒബ്ജക്റ്റ് മാനേജർ അഗെയിൻ നമ്മുടെ അക്കൗണ്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഓപ്പൺ ചെയ്തു. ഇതിൽ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാലിഡേഷൻ റൂൾ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ വാലിഡേഷൻ റൂൾ. കറൻ്റ്ലി വാലിഡേഷൻ റൂൾസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു വാലിഡേഷൻ റൂൾ ആഡ് ചെയ്യുന്നു, ന്യൂ എടുത്തു. സോ ഇനി നമുക്ക് നോക്കാം. സോ ഇതിനൊരു പേര് കൊടുക്കണം. നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, വെൻ ആക്റ്റീവ് റേറ്റിംഗ് ഷുഡ് നോട്ട് ബി ബ്ലാങ്ക്. സോ എന്തെങ്കിലും കൊടുക്കാം. സോ ഇതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ ചോദിക്കാമെന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെന്താണ് ഈ ഒരു വാലിഡേഷൻ റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് വേണേൽ കൊടുക്കാം. സോ ഇവിടെ ആക്റ്റീവ് ആവണം, ഇത് നിർബന്ധമാണ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടീഷൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ടത് ആക്റ്റീവ് എന്ന് പറയുന്ന ഫീൽഡാണ്. അതിനെ നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാം. സോ ഇൻസേർട്ട് അക്കൗണ്ട്, ഇവിടെ നമുക്ക് ആക്റ്റീവ് എന്ന് പറയുന്ന ഫീൽഡുണ്ട്, ഞാനത് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, നമുക്കറിയാം ആക്റ്റീവ് എന്ന് പറയുന്ന ഫീൽഡിൻ്റെ പ്രത്യേകത. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഈ ഫീൽഡ്സ് ആൻഡ് റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഫീൽഡ്സ് ആൻഡ് റിലേഷൻഷിപ്പിൽ ആക്റ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ആക്റ്റീവ് എന്ന് പറയുന്നത് ഒരു പിക്ക് ലിസ്റ്റ് ഫീൽഡാണ്. സോ പിക്ക് ലിസ്റ്റ് ഫീൽഡിനകത്ത് നമ്മൾ നോക്കിയതിനകത്ത് 2 വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് യെസ് ആൻഡ് നോ. അപ്പോൾ യെസ് ആൻഡ് നോ എന്ന് പറയുന്ന 2 വാല്യൂ ആണ് ഇതിനകത്തുള്ളത്. സോ ഇതിനകത്തുനിന്ന് നമുക്കൊരു വാല്യൂ തന്നെയാണ് ഗെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എൻ്റെ വാല്യൂവിനെ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. അതാണ് ഈസ് പിക്ക് ലിസ്റ്റ് വാല്യൂ. സോ ഈസ് പിക്ക് ലിസ്റ്റ് വാല്യൂ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. സോ ഇതാണ് ഇതിൻ്റെ ഒരു സിൻടാക്സ്. ഈസ് പിക്ക് ലിസ്റ്റ് വാല്യൂ ഏതാണോ എൻ്റെ ഫീൽഡിൻ്റെ പേര്, എൻ്റെ ഫീൽഡിൻ്റെ പേര് എന്താണ്, ആക്റ്റീവ് എന്ന് പറയുന്നതാണ് എൻ്റെ ഫീൽഡിൻ്റെ പേര്. അത് ഞാൻ ആഡ് ചെയ്തു. അഗെയിൻ ഇനി അതിൻ്റെ ലിറ്ററൽ വാല്യൂ എന്താണ് ഞാൻ കൊടുക്കണം. ലിറ്ററൽ വാല്യൂ എന്താണ്, ആക്റ്റീവ് യെസ് ആണെങ്കിൽ എന്നാണ് വേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു, ആ യെസ്സിൻ്റെ API നെയിം എന്താണോ അത് ഞാൻ കോപ്പി ചെയ്തു, അതിവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്തു ലൈക്ക് ദിസ്. യെസ്. സോ ഈ യെസ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് വാല്യൂ ആണ്, അതുകൊണ്ട് ഞാനതിനെ കോട്ടിൽ ആഡ് ചെയ്തു. യെസ്, കൂൾ. ഓക്കെ, ഞാൻ എൻ്റെ സ്പേസ് ഒക്കെ റിമൂവ് ചെയ്യാം. പിക്ക് ലിസ്റ്റ് ആക്റ്റീവ് യെസ് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് അടുത്തൊരു ഫീൽഡ് വേണം, അതായത് നമ്മുടെ റേറ്റിംഗ്. സോ റേറ്റിംഗ് എന്ന് പറയുന്ന ഫീൽഡിന് ഇവിടുന്ന് ഗെറ്റ് ചെയ്യാം. അക്കൗണ്ട് നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് റേറ്റിംഗ്. സോ റേറ്റിംഗ് ഞാൻ സെലക്ട് ചെയ്തു. സോ റേറ്റിംഗ് എന്ന് പറയുന്നത് ബ്ലാങ്ക് ആവരുത്. സോ ബ്ലാങ്ക് ആണോ ബ്ലാങ്ക് അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ. അതാണ് ഇവിടെ താഴോട്ട് വന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഈസ് ബ്ലാങ്ക്.
കണ്ടില്ലേ, അത് ഞാൻ ഇൻസേർട്ട് ചെയ്തു. സോ ഈസ് ബ്ലാങ്ക് എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്രഷൻ്റെ അഥവാ ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഈസ് ബ്ലാങ്ക് ഓഫ് എന്താണോ എൻ്റെ എക്സ്പ്രഷൻ അത് കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് എൻ്റെ എക്സ്പ്രഷൻ? റേറ്റിംഗ്. അത് ഞാനിവിടുന്ന് കട്ട് ചെയ്തു, ഇതിനകത്തിട്ടു. ഫൈൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് രണ്ടും സാറ്റിസ്ഫൈ ആവണം. അതായത് പിക്ക് ലിസ്റ്റിനകത്ത്, അതായത് ആക്റ്റീവ് എന്ന് പറയുന്ന ഫീൽഡിനകത്ത് പിക്ക് ലിസ്റ്റിൽ യെസ് എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാവുകയും ചെയ്യണം. അറ്റ് ദ സെയിം ടൈം റേറ്റിംഗ് ബ്ലാങ്കും ആവണം. അങ്ങനെ രണ്ട് വാല്യൂസ് ഉണ്ടെങ്കിലാണ് നമുക്ക് എറർ വേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ആൻഡ് എന്ന് പറയുന്ന കണ്ടീഷൻ തപ്പിയെടുക്കാൻ നോക്കും. ആൻഡ് ഇതൊരു ഫംഗ്ഷനാണ്, ഞാൻ ആഡ് ചെയ്തു. സോ ആൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ലോജിക്ക് എന്താണ് എൻ്റെ ഫസ്റ്റ് ലോജിക്ക്, സെക്കൻഡ് ലോജിക്ക്, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. സോ ഇവിടെ രണ്ട് ലോജിക്കേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ലോജിക്ക് ഞാൻ ഇവിടെ ഇരുന്ന് എടുക്കുന്നു, കട്ട് ചെയ്യുന്നു. ഈ ഫസ്റ്റ് ലോജിക്ക് വണ്ണിനകത്ത് ആഡ് ചെയ്യുന്നു, കോമ. സെക്കൻഡ് ലോജിക്കിനെ ഞാൻ കട്ട് ചെയ്യുന്നു, ആൻഡിൻ്റെ സെക്കൻഡ് പോർഷനിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നു. എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സ്പേസും ഒക്കെ ഒന്ന് കളഞ്ഞതിനൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഓക്കെ, ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. നമുക്കിനി ഇതൊന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ദ സിൻടാക്സ്. അപ്പോൾ നമുക്കൊരു എറർ വന്നിട്ടുണ്ട്. എറർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പിക്ക് ലിസ്റ്റ് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ പിക്ക് ലിസ്റ്റ് ഫീൽഡിനെ നമ്മൾ ഈസ് ബ്ലാങ്ക് ഇട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള എററാണ് വന്നേക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് ഇപ്പം ഇവിടെ നിങ്ങളിവിടെ ഫീൽഡ്സ് ആൻഡ് റിലേഷൻഷിപ്പിൽ പോയിട്ട് റേറ്റിംഗ് നോക്കുമ്പോൾ നമുക്കറിയാം റേറ്റിംഗ് എന്ന് പറയുന്നൊരു കേട്ടോ പിക്ക് ലിസ്റ്റ് ഫീൽഡാണ്. സോ പിക്ക് ലിസ്റ്റ് ഫീൽഡിനെ ഡയറക്റ്റ്ലി നമുക്ക് ഈസ് ബ്ലാങ്ക് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു ടെക്സ്റ്റ് ഫീൽഡിനെ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ റേറ്റിംഗ് എന്ന് പറയുന്നതിനെ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് ഞാൻ ടെക്സ്റ്റ് എന്ന് കൊടുത്തു, ഓപ്പൺ ബ്രേസ് ആൻഡ് ക്ലോസ് ബ്രേസ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ടെക്സ്റ്റ് എന്ന് പറയുന്ന വാല്യൂ, ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ടെക്സ്റ്റ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റേറ്റിംഗ് എന്ന് പറയുന്ന പിക്ക് ലിസ്റ്റിനെ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് അത് ബ്ലാങ്ക് ആണെന്ന് ചെക്ക് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഫീൽഡ്, അതായത് അക്കൗണ്ടിലുള്ള മറ്റൊരു ഫീൽഡായ ആക്റ്റീവ് എന്ന് പറയുന്ന ഫീൽഡ് എസ് ആണെന്ന് കൂടെ ചെക്ക് ചെയ്യും. ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി വരികയാണെങ്കിൽ നമുക്ക് എറർ മെസ്സേജ് വരണം. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് സിൻടാക്സ്. നൗ കണ്ടോ, ഇപ്പോൾ ഇതിന് എററുകളൊന്നുമില്ല. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എറർ മെസ്സേജ് വരണം. അപ്പോൾ എന്താണ് നമ്മുടെ എറർ മെസ്സേജ് എന്നുള്ളത് നമുക്കിവിടെ ആഡ് ചെയ്യാം. സോ നമുക്കിവിടെ പറയാം എന്ത്, റേറ്റിംഗ് ഷുഡ് നോട്ട് ബി ബ്ലാങ്ക് ഇഫ് അക്കൗണ്ട് ഈസ് ആക്റ്റീവ്. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എൻ്റെ എറർ മെസ്സേജ്. സോ നമുക്ക് നേരത്തെ നമ്മൾ ഫീൽഡിലാണ് പറഞ്ഞെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം ടോപ്പ് ഓഫ് ദ പേജ് തന്നെ സെലക്ട് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. സോ നമുക്ക് സെലക്ട് ചെയ്യാം, സേവ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഇത് സേവായി. ആൻഡ് മേക്ക് ഷുവർ ഇത് ആക്റ്റീവ് ആണ് എന്ന്. ഓക്കെ, നമുക്കിനി ഈ വാലിഡേഷൻ റൂൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് നമുക്ക് അക്കൗണ്ടിലേക്ക് പോകാം. സോ അതിനുവേണ്ടി ഞാൻ ആപ്പ് ലോഞ്ചർ ക്ലിക്ക് ചെയ്തു, അക്കൗണ്ട് സെലക്ട് ചെയ്തു, അക്കൗണ്ടിലേക്ക് പോയി. സോ ഇവിടെ നമുക്ക് അക്കൗണ്ടിന് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സോ ഇവിടെ ഡീറ്റെയിൽസിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. സോ ഇവിടെ നമുക്കറിയാം റേറ്റിംഗ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഞാൻ തൽക്കാലം റേറ്റിംഗ് ഒന്നും കൊടുക്കുന്നില്ല, പകരം റേറ്റിംഗ് ബ്ലാങ്കും അതേസമയം ആക്റ്റീവ് എന്ന് പറയുന്ന നമ്മുടെ ഫീൽഡ് കണ്ടുപിടിക്കുക. വരുന്നു ആക്റ്റീവ് ഷുഡ് ബി യെസ്. ഓക്കെ, ആക്റ്റീവ് യെസ്സും അതേപോലെ തന്നെ റേറ്റിംഗ് ഒന്നും കൊടുത്തിട്ടില്ല, ബ്ലാങ്കും ആണെങ്കിൽ നമ്മളിവിടെ സേവ് ചെയ്യുമ്പോൾ നമുക്ക് എറർ മെസ്സേജ് വരണം. നമുക്ക് മെയിൻ പേജിൽ തന്നെ എറർ മെസ്സേജ് വരുന്നു, റേറ്റിംഗ് ഷുഡ് നോട്ട് ബി ബ്ലാങ്ക് ഇഫ് ദ അക്കൗണ്ട് ഈസ് ആക്റ്റീവ്. സോ ഞാൻ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. ഇപ്പം ഞാൻ വോം എന്ന് കൊടുത്തു, അല്ലെങ്കിൽ ഹോട്ട് എന്ന് കൊടുത്തു, എന്തെങ്കിലും കൊടുത്താൽ മതി. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് സേവ് ആകും. സോ ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഓൾ അബൌട്ട് വാലിഡേഷൻ റൂൾ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരുപാട് സിനാരിയോസ് വാലിഡേഷൻ റൂളിനകത്തുണ്ട്. എല്ലാ സിനാരിയോസും നമുക്ക് ഒരു യൂട്യൂബ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. സോ നിങ്ങൾക്ക് സെയിൽഫോഴ്സ് വാലിഡേഷൻ റൂളിനെ കുറിച്ചും അതുപോലെ സെയിൽഫോഴ്സിലെ മറ്റ് ഫംഗ്ഷനാലിറ്റീസിനെ കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.